നിങ്ങൾ എന്താ പെണ്ണുപിള്ളയെ കാണിക്കുന്നേ? മീൻ വെട്ടാൻ പോന്നു. എന്നാ ഈ വീട്ടിൽ ഇന്നു മുതൽ മീനും ഇറച്ചിയൊന്നും പാടില്ല. അതെന്നാ? അതിവിടെ ഒരു വലിയ ദിവ്യം വരാൻ പോവല്ലേ. അപ്പൊ പിന്നെ ഇത്രയും വൃത്തികെട്ട സാധനങ്ങളൊക്കെ കയറ്റി വീട് അശുദ്ധമാക്കാൻ പറ്റുമോ? ഓ, ആഹാരത്തിന് അങ്ങനെ ശുദ്ധി അശുദ്ധി ഒന്നും ഇല്ല. ആ, ഇയാളുടെ ഒരുമാതിരി ലോക്കൽ കമ്മിറ്റി വർത്താനമൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി. ഇതേ നല്ല ഒന്നാന്തരം തറവാട്ടുകാർ ജീവിക്കുന്ന വീടാ. ഇവിടെ ഇത്രയും അളിഞ്ഞ വിപ്ലവം നടക്കത്തില്ല. എന്താ ചേച്ചി? അല്ല, മോള് തന്നെ പറ. അടുത്ത ദിവസം ഒരു ദിവ്യന് സ്വീകരണം കൊടുക്കാൻ പോകുന്ന വീടല്ലേ ഇത്? ഇവിടെ മീനും ഇറച്ചിയും കയറ്റാൻ പാടുണ്ടോ? ഒരിക്കലും പറ്റില്ല. ആണല്ലോ, ഞാനിത് പറഞ്ഞപ്പോ ഈ പെണ്ണുപിള്ള എന്റെ തല ചാടിപ്പറിക്കാൻ വന്നു. അയ്യോ, ആഹാ, അത് കൊള്ളാലോ. തറവാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒരു കർമ്മം നടക്കാൻ പോകുമ്പോ അല്ലെങ്കിലും ഇങ്ങനെ ചെകുത്തന്മാർ വന്ന് വഴി തടയും. ഞാൻ ആരുടെയും വഴി തടഞ്ഞില്ല മോളെ. ഈ സംഗതി ഒന്നും അറിയാതെ ഞാൻ ഈ മീനെടുത്ത് വെട്ടാൻ പോയി. അതിന് ഈ പുകലിന്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ടാണോ മീൻ പച്ചക്കറിയാണെന്ന് നിങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞത്? എന്റെ കർത്താവെ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഭക്ഷണത്തിന് ശുദ്ധി അശുദ്ധി ഉണ്ടോന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. മതിയല്ലോ. എന്താ അതിന്റെ അർത്ഥം? ദിവ്യൻ വരുമ്പോഴേ ഇവിടെ മീനും ഇറച്ചി ഉണ്ടാക്കാന്ന് അല്ലേ? അതെ, അത് തന്നെയാ മോളെ. എന്നിട്ട് ഇത് വാദിക്കുന്ന കേട്ടില്ലേ? എന്റെ കണ്ണ് തെറ്റിയാ തുടങ്ങിക്കോളും. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ഈ പെണ്ണുപിള്ള തന്നെ, അല്ലാതെന്താ? എന്താ ക്ലാരമ്മേ? അമ്മേ, എന്റെ ഭാഗത്തൊരു ചെറിയ തെറ്റു പറ്റിപ്പോയി. ഇവിടെ ഒരു ദിവ്യൻ വരുന്ന കാര്യം അറിയാതെ ഞാൻ കുറച്ച് മീനെടുത്ത് വെട്ടിപ്പോയി. അത് മാത്രല്ലല്ലോ, അത് പാപമാണെന്ന് പറഞ്ഞ ഈ പാവം ഗോമതി ചേച്ചി ഇവരെ ആക്രമിക്കാനും ചെന്നു. അയ്യോ, ദൈവദോഷം പറയല്ലേ മോളെ. ഞാൻ ആരെ ആക്രമിക്കാൻ ചെന്നില്ല. ചുമ്മാതാമേ, ഇവരെന്നെ തള്ളുമെന്ന്. മീൻ പച്ചക്കറിയാണെന്ന് പ്രത്യേകം പറഞ്ഞു. അതെന്തെങ്കിലും ആവട്ടെ ക്ലാരമ്മേ. ഓ, ഇവര് പറഞ്ഞതിലും കാര്യമുണ്ട്. നാളെ മുതലേ ഈ വീട്ടിൽ മീനും മാംസാഹാരം ഒന്നും വേണ്ട. സ്വാമി വന്നു പോകുന്നത് വരെ ശുദ്ധി വൃത്തിയൊക്കെ നിർബന്ധ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? സമാധാനം ആയല്ലോ ഗോമതി? വേണ്ട, പറയാൻ ഇവിടെ ഞാനുണ്ട്. അപ്പൊ പിന്നെ ഇന്നു മുതൽ അടുക്കളയിൽ ഗോമതി ചേച്ചി മാത്രം മതിയല്ലേ മുത്തശ്ശി? അതിലൊന്നും കാര്യമില്ല. ഗോമതിയും ക്ലാരമ്മ ഇതേപോലെ സഹകരിച്ച് മുന്നോട്ട് പോട്ടെ. കുളിച്ച് വൃത്തിയായിട്ട് വേണം രണ്ടുപേരും അടുക്കള കയറാനെന്ന് മാത്രം. വേണ്ടതൊക്കെ സമയാസമയത്ത് ഞാൻ പറഞ്ഞോളാം. എന്താ? ഇനി ഇതിന്റെ പേരിലേ ഇവിടെ ഒരു തർക്കം പാടില്ല. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദിവ്യം വരുന്നത് ഈ കുടുംബത്തെ രക്ഷിക്കാനാ. നിങ്ങളായിട്ടത് തകർക്കരുത്. ഗോമതി ചേച്ചി വാ. മോളെ, മോള് നിന്ന് കഴിച്ചു നോക്കിയേ. കൊള്ളാലോ, പാൽ പായസോ. ഇന്നെന്താ പ്രത്യേകത? സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ? അതൊക്കെ പറയാം. മോൾ ആദ്യം ഇത് കഴിക്കും, എന്നിട്ട് അഭിപ്രായം. ഗോമതി ചേച്ചി ഉണ്ടാക്കിയതിന് ഞാനെന്താ അഭിപ്രായം പറയാനാ? സൂപ്പർ ആയിരിക്കും ഉറപ്പല്ലേ? അതൊക്കെ കഴിച്ചിട്ട് പറഞ്ഞാ. ഇതിനെന്താ ഒരു പ്രത്യേക ടേസ്റ്റ്? മോള് പിടിക്കുകയാണെങ്കിൽ പറ. അങ്ങോട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്നാലേ ചേച്ചി പറയാം. എന്നത്തെ പോലെ അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ കട്ട് ചെയ്തല്ലേ ഇട്ടത്. നെയ്യിലങ്ങോട്ട് അരച്ചങ്ങ് ചേർത്ത് ചുമ്മാ ഒരു പരീക്ഷണം. അടിപൊളിയല്ലേ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നല്ല പാൽപ്പായസം കഴിച്ചിട്ടേ ഇല്ല. താങ്ക് യു, താങ്ക് യു. അല്ല ചേച്ചി, ഇന്നത്തെ വിശേഷത്തെ കുറിച്ച് പറഞ്ഞില്ല. ആ ക്ലാരമ്മ ഇവിടുന്ന് അടിച്ചിറക്കാൻ എനിക്കൊരു സൂപ്പർ ഐഡിയ കിട്ടി. ആണോ? എന്നാ വേഗം പറ. ആ ദിവ്യം വരാൻ പോവല്ലേ. ഈ സമയത്ത് ഒരു നസ്രാണി സ്ത്രീ അടുക്കള കൈകാര്യം ചെയ്യാൻ പാടില്ലെന്നും കുറച്ചു ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്തണമെന്നും നമ്മളൊരു കാച്ചങ്ങുകാരി. അപ്പൊ പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോ അവര് തിരിച്ചു വരില്ലേ? അതല്ലേ നമ്മുടെ ബുദ്ധി. ഈ കുറച്ചു ദിവസം എന്ന് പറഞ്ഞത് നമ്മളതങ്ങ് ആജീവനാന്തമാക്കും. അതിനൊക്കെയുള്ള ഗുരുട്ടു ബുദ്ധി എന്റെ കയ്യിലുണ്ട്. മുത്തശ്ശി ഇതിന് സമ്മതിക്കൂ? സമ്മതിപ്പിക്കും. എന്റെ മോളെ, മുത്തശ്ശി സമ്മതിച്ചാലും ഇല്ലെങ്കിലും വരുന്ന ദിവ്യൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് പഴയ കാലമൊന്നുമല്ല. ഇപ്പൊ ഒരു ദിവ്യന്മാരും വിശാല ഹൃദയരൊന്നുമല്ല. അയാൾ ഈ വാർത്ത അറിഞ്ഞാൽ ഈ 7 അയലത്ത് വരത്തില്ല. അണുബോംബിനേക്കാൾ വീര്യമുണ്ട് മോളെ മതത്തിന്. അത് വെച്ച് നമ്മളൊരു അലക്കങ്ങലക്കും. അപ്പോ ഈ ദിവ്യനെ ആര് വിവരം അറിയിക്കും? ദിവ്യനെ അറിയിക്കണ്ട, മോളുടെ മുത്തശ്ശി അറിയിച്ചാൽ മതി.
ഈ വിവരം അറിഞ്ഞാൽ ദിവ്യൻ വരില്ല നമ്മൾ പറയും. കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി അവതരിക്കാൻ പോകുന്ന മഹാനെ ഏതായാലും ഈ പീറ പെണ്ണുമ്പിള്ളയ്ക്ക് വേണ്ടി മുത്തശ്ശി പിണക്കില്ലല്ലോ. എന്തോ എനിക്കങ്ങോട്ട് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല മുത്തശ്ശി. നമ്മളെ മനസ്സിൽ കാണുമ്പോ മുത്തശ്ശി മാനത്ത് കാണും. ഒരു പരിഹാരവുമില്ലാത്ത ഒരു തുറുപ്പാണ് അടിക്കാൻ പോകുന്നതെന്ന് ഈ അടുക്കളയിൽ കിടക്കുന്ന എനിക്ക് വരെ അറിയാം. മോൾ എന്നെ ഒന്ന് വിശ്വസിക്കേ, ഈ കളി നമ്മൾ തന്നെ ജയിക്കും. അടുക്കളയുടെ സർവാധിപത്യം വീണ്ടും ഈ ചെമ്പകശ്ശേരി ഗോമതി പിടിച്ചടക്കും. ജയ് ജവാൻ ജയ് കിസാൻ. ആ